നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നൈറ്റും കൂടെ ഉള്ള നിൽക്കുന്നതുകൊണ്ട് നൈറ്റില്ല 10 മണി വരെ ആവും വീട്ടിൽ വരുമ്പോൾ 10-10:30 ആവും വീട്ടിൽ വരുമ്പോൾ. എന്നിട്ട് പിന്നെ കിടക്കുമ്പോൾ തന്നെ ഉള്ളൊരു 11-12 ആവും. കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് കിടക്കും. കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വീണ്ടും സീനാണ്. അതിനിടയ്ക്ക് ചുമയും ജലദോഷവും. പോവാണേ. ആ ഇന്ന് ബലി ഇടാനുണ്ട്. എന്നാ കുട്ടിക്കാനം നമ്മളവിടെ വരുന്ന പൂച്ചയാണോ? അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പൂച്ചയത് പോയി. അങ്ങനെ 1-2 ആഴ്ചയ്ക്ക് ശേഷം ശ്യാമോബി സ്കൂളിൽ പോവാണ്. അയ്യോ അതെ മൂക്ക് മോനെ അവളുടെ ബാഗിനകത്തുണ്ട് ടൗല്. വൃത്തിയായി കാണിക്കാതെ. ഉമ്മ ഉമ്മ ഉമ്മൂമ്മ എന്നാ ഉമ്മയാണോ? സിംബനാ. നീ പോന്നേനാ? എന്നാടാ രാവിലത്തെ കാര്യം നമുക്ക് നാളെ ചിന്തിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇന്ന് പോയി മേടിച്ചാലേ പറ്റത്തുള്ളൂ. നാട് വൈകിട്ട് പറയാം കേട്ടോ. ആ ഗുഡ് ഗേൾ ആണ്. വൈകിട്ട് വരുമ്പോൾ പറയാം. മേടിക്കണം എന്തേലും ഒക്കെ ഉണ്ട്. കോഴി വരെയാന്ന് തോന്നുന്നു അവളെ കൊണ്ടുവിടുന്നത്. എന്ത് അങ്ങോട്ട് ഓടിയോ? എന്നാ ആ ഓടാ. അവൾ ഉച്ച കഴിഞ്ഞാ ഒരു പണിക്ക് പോവാ. നാരായണയുടെ ബസ്. വേണ്ട ഇവിടെ നേരത്തെ വന്നല്ലോ. ഇന്ന് താമസിച്ചാൽ മതി. അന്നത്തെ പോലെ നേരത്തെ പോകണ്ട. 8:30 പോയാൽ മതി. പോണേ.
എന്നാ അലമ്പാന്നറിയോ? അപ്പുറത്തെ വീട്ടിലെ പട്ടി അഴിച്ചു വിടുമ്പോഴേക്കും ഇവൻ കിടന്നങ്ങോട്ട് അലമ്പ് തുടങ്ങും. എന്നാടാ നിനക്ക്? ഇതൊക്കെ എന്നാ വായിനോട്ടമാണോ? വായിനോട്ടമാണോടാ? ആന്നോ? വെള്ളം തീർന്നു പിടിച്ചു വെച്ച വെള്ളം എല്ലാം തീർന്നു. ഇപ്പോൾ കിണറ്റിൽ നിന്ന് നമ്മൾ കുടിവെള്ളം ആപ്പാടെ കുറച്ചുണ്ടായിരുന്നുള്ളു. അവിടെ നിന്നാണ് ഇപ്പോൾ കോരി കുളിക്കാനും എല്ലാ ആവശ്യത്തിനും നമ്മൾ എടുക്കാറ്. നേരത്തെ അടുക്കളയിലെ ആവശ്യത്തിനോ കുടിക്കാനൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പറ്റത്തില്ലത്. കാരണം മറ്റേ പിടിച്ചു വെച്ച വെള്ളങ്ങളെല്ലാം തീർന്നു, മഴവെള്ളമൊക്കെ തീർന്നു. ഇപ്പം അതും കൂടെ എടുക്കും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അതിന് മുന്നേ മഴ പെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പം കാണുന്ന പോലെയല്ല, ഒരു 10-10:30 കഴിയുമ്പോൾ എന്താ പോകുന്നോ ഇവിടെ കിടന്ന് തിളയ്ക്കുക. ഇവിടെ കാണാൻ നല്ല സുഖവും രസമൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ്. അവിടെ ഇപ്പോഴും മഞ്ഞുണ്ടോ അതോ പൊടിയാണോ? ഓ മലയിൽ കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്നാടാ മിണ്ടരുത്. പഞ്ചായത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരപേക്ഷ കൊടുക്കാം വെള്ളത്തിൻ്റെ കാര്യത്തിനേ. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത തരുന്നത് അവരുടെ ഇഷ്ടമാണ്. കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ ആളില്ല. ഇനിയിപ്പം പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ അവിടെ ഭിന്നശേഷിക്കാരുടെ ഒരു കൊച്ചിൻ്റെ ഒരു ഗ്രാമസഭയുണ്ട്, അവിടെ കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ കൊടുത്തതാണ്. ഒരു പ്രയോജനമില്ല. ഇനി പ്രസിഡന്റ് നേരിട്ട് കൊടുക്കാം. അതും കഴിഞ്ഞിട്ടും പ്രയോജനമില്ലേ, അടുത്ത വഴി നോക്കാമല്ലോ. രാവിലെ വന്നൊരു ചായയൊക്കെ കുടിച്ച് വലിയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പം പോകണം, വണ്ടി വരണം. 7:45 വന്നതാ. അല്ല 8:45. ഇപ്പോൾ 9:45. അല്ല 7:45 വന്നതാ. ഇപ്പോൾ 8:45. ഇതുവരെ വന്നില്ല. ഗ്രൂപ്പിൽ ഞാൻ ശാംഭവി വരുന്നില്ലെന്ന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ വണ്ടി അതിൻ്റെ വഴിക്ക് പോയി. അവർ വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറം വഴി പോയിട്ട് അവൾ അവിടെ എന്തായാലും നിൽക്കുക. എന്നിട്ട് എന്നോ വഴക്കായി എന്ത് ചെയ്താൽ കയറി വരത്തില്ല. സമയം ഇപ്പം എത്രയായി? 9:45. 7:30 പോയ കൊച്ചാ. അവൾ എന്ത് ചെയ്താൽ കയറി വരികയല്ല. അവസാനം ഞാൻ നാരായണിയെ കൊണ്ടുവിട്ടത്. ഞാൻ തിരിച്ചു പോയി. ഞാൻ പോയിട്ട് വരുമോ? പിന്നെ താഴത്തെ വീട്ടിലെ ചേച്ചി വിളിച്ചുകൊണ്ട് പോയി ദോശയൊക്കെ കൊടുത്ത് മയപ്പെടുത്തി. എന്നിട്ടും വരികയായിരുന്നു. അവിടെ കിടന്നു അലമ്പ്. എൻ്റെ പൊന്ന് ശാംഭവി, എടി പഠിത്തമില്ല അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കണം. നീ അറിയാം. എന്നാലും ഇത്രയും അലമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അയ്യോ ശ്വാസം മുട്ടിട്ട് വയ്യ. വണ്ടി അവരുടെ വഴിക്കും പോയി. സാധാരണ ഗ്രൂപ്പിൽ വരുന്നില്ല എന്ന് പെട്ടാൽ മാത്രമേ ഉള്ളൂ അവർ വരാതിരിക്കുന്നത്. ഇത് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്ത് ചെയ്താൽ വരികയല്ല ഇത്രയും നേരം. 9:45 8:45 9 മണിയല്ലേ? ഓ എൻ്റെ അമ്മേ, ശരിക്കും മടുത്തു എന്നുള്ളത് ശരിക്കും ഇതായതിപ്പോൾ. പറഞ്ഞേ അവൾ പിടിച്ച് വലിച്ചിട്ട് പോലും അവൾ വരുന്നില്ല. മാനസികമായിട്ടാണ് തളർന്നത്, ശാരീരികമായിട്ടല്ല. എൻ്റെ ദേവി, ആ കൊച്ചൊരു റോഡ് സൈഡല്ലേ, ആൾക്കാരെല്ലാം വരുന്നവരും പോകുന്നവരെല്ലാം പറഞ്ഞു മോനെ പഠിത്തമില്ല പൊക്കോന്ന്. അവൾ കേൾക്കണ്ടേ? അവൾക്ക് ഇപ്പം തന്നെ പോകണം സ്കൂളിൽ. ആരുമില്ലേ? ഇങ്ങോട്ടാണോ താമസം?
ആ ആ ചേട്ടാ കുറ്റി അവിടെ എടുത്തൊന്ന് വെച്ചുകൂടായിരുന്നു. അമ്മാ കൃഷ്ണ, എന്നാ ചിരിക്കുന്നത്? ഞാൻ ചിരിച്ചൊന്നുമില്ല. ബാഗ് തുറന്നു നടക്കുവാണ്. അവിടെ ശ്രദ്ധിച്ചോണേ, പോയിട്ട് അവിടുത്തെ ലൈറ്റ് വന്നിട്ടുണ്ട്. സൈഡിലങ്ങനെ ഇടോ? ഞാനന്തരം ക്യൂ ആണ്. സമാധാനം.
ഇപ്പൊ എങ്ങോട്ടാ? ടൗണിലോട്ടാണോ? ഞാനിപ്പോൾ ഒന്ന് പറയാം, കുറേ നേരമായി വന്നിട്ട് 1-2 മണിക്കൂറായി വന്നിട്ട്. മെമ്പറെ നോക്കിയിരിക്കുകയാണ്. മെമ്പർ ഒരു മരിച്ച സ്ഥലത്ത് പോയേക്കുക. ഇത് കുടുംബശ്രീയുടെയാണ് ഈ പച്ചക്കറി വെള്ളത്തിനുള്ള അപേക്ഷ ഇവിടെ മെമ്പറുടെ കൊടുക്കാൻ പറഞ്ഞു. സെക്രട്ടറിക്കും പ്രസിഡന്റിനുള്ള അപേക്ഷ സൊസൈറ്റിയുടെ മെമ്പർ എഴുതി തരാം. അത് കൊടുത്തിട്ട് മെമ്പർ കൊടുത്തോളൂ. അതിനുവേണ്ടി നോക്കിയിരിക്കുക. മെമ്പർ ഒരു മരിച്ചിടക്കിന് പോയേക്കുക. കുറേ നേരം വഹിക്കുന്നു. ഞാനൊരു മെമ്പർ ഇവിടെ മേളിലൊരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിലാണെന്ന് ഓർത്ത, പക്ഷേ അല്ലായിരുന്നു. വെള്ളത്തിൻ്റെ കണക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നേ. അപ്പോൾ അതിനുവേണ്ടി കിടന്നങ്ങനെ അങ്ങനെ മെമ്പറിൻ്റെ കയ്യിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ച കണ്ട് കമ്മിറ്റി കൂടും. അപ്പം ശരിയാക്കാമെന്നുള്ള ഇതിൽ പറയുന്നു. ശരിയാക്കിയാൽ മതിയായിരുന്നു. ഇത് എവളെന്തിയെ ആ വഴക്കളി? അമ്മ പോയപ്പോ ഉറങ്ങിയതാ. അവളെ ഉറക്കിയെന്ന് പറ. ഉറക്കിയൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഇരുന്ന് അത് എന്തൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോ. എന്തൊക്കെ കഴിച്ചോ? ആ കഴിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ അവള് ഉറങ്ങി. ഓഹോ, അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിൽ ചെന്നു. പഞ്ചായത്തിൽ ചെന്നില്ല, ഞാൻ നേരെ ചെന്ന് ഞാൻ എങ്ങോട്ടാ പോയേ? ദിനീഷ് മെമ്പറിൻ്റെ കഴിഞ്ഞ മെമ്പറില്ലേ നമ്മുടെ ദിനീഷ് മെമ്പറിൻ്റെ അടുത്ത് നിന്ന് ഒരു അപേക്ഷ ചെയ്യാൻ എഴുതി തരാമെന്ന് വെച്ചാൽ പറഞ്ഞു. മെമ്പറുടെ അടുത്ത് തന്നാൽ മതി, മെമ്പർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. മെമ്പറുടെ അടുത്ത് തന്നപ്പോഴേക്കും അവിടെ ഒരു CDSൻ്റെ ADSൻ്റെ മീറ്റിംഗ് ആയി. അപ്പോൾ ഞാനടുത്ത് മെമ്പർ അവിടെ ആകുമ്പോൾ ഞാനങ്ങ് നോക്കിയിരുന്ന അവസാനം എന്നോട് പഠിച്ചൊരു പെങ്കൊച്ച പഞ്ചായത്ത് ജോലിയുണ്ട്. അതെന്ന് വെച്ചാൽ നീ എന്നൊരു കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ മെമ്പറെ കാണാൻ സിനിമ പറയുന്നത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു, വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ വേറൊരു മെമ്പറാണെന്ന് തോന്നി. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് വിളിച്ച്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു ഇവിടെ ഇപ്പം ഇങ്ങനെ. അപ്പോൾ എന്നോട് എൻ്റെ തന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു മരിച്ചെടുത്തിട്ട് കൊണ്ടിരിക്കുക, ഇപ്പോൾ നിൽക്കാൻ വരാമെന്ന് പറഞ്ഞ്. പിന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് മെമ്പർ എഴുതിക്കോളും. എന്നിട്ട് വെള്ളത്തിൻ്റെ സൊസൈറ്റിയിലെ സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും കൂടെ കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച എന്തോ കമ്മിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് എപ്പോൾ പോയതാടി പക്ഷേ ആദ്യം പോയി ഗ്യാസ് എടുത്തു, തിരിച്ചു വന്നു, പിന്നെയും പോയി. അല്ലല്ല, ആദ്യം ശാംഭവിയെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നു, വീണ്ടും വന്നു, ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയി, വീണ്ടും തിരിച്ച് കയറി, പിന്നെ ഇറങ്ങിപ്പോയി. ഇത്ര നേരം അവിടെ ആയിരുന്നു. പിന്നെ കയറി വന്നു ഓട്ടോയ്ക്ക് വന്നാലും വന്നില്ലേലും ഈ വേദത്തിലുള്ള അലച്ചിൽ വളരെ നല്ല സുഖമുള്ള കാര്യമാണ്. എനിക്കറിയാം. ഇതൊക്കെ ഇനി നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഈ പരിപാടിയൊക്കെ ഞാൻ നിർത്താൻ പോകണം. ഇത് ഞാൻ ചെയ്തു, മടുപ്പായി. ഇതെല്ലാം കഴിഞ്ഞ് ഇനി വൈകുന്നേരം 5 മണിയാകുമ്പോൾ അലക്കാൻ പോകണം. രാജി വെക്കാൻ പോവാം. അവൾക്ക് അവൾ ഇന്ന് രാവിലെ കാണിച്ച പരിപാടിക്ക് അവൾക്ക് ഞാൻ ഐസ്ക്രീം അവൾക്ക് 2 പെടയെ വെച്ച് കൊടുക്കേണ്ടത്. രാവിലത്തെ പരിപാടി ഇനി വെച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നടു റോഡാണെന്ന് വിചാരിക്കുകയല്ല. വഴിയിട്ട് ഞാൻ എൻ്റെ പൊഴിക്കങ്ങ് പോവും. കേട്ടോ പറഞ്ഞേ? ബിരിയാണി ഞാൻ ഇപ്പം തരാം. ബിരിയാണി ഞാൻ താഴെ വെച്ച് തരാം. ഇറങ്ങിക്കേ എടി. അവത്തിരുത്തി അവിടെ എല്ലാം വീഴ്ത്തുന്നത്. അവിടെ ഇരുന്നേ മോനെ അവത്തിരുന്നേ. സ്റ്റൂളായിരിക്കുക. രാവിലെ കാണിച്ച കോപ്രായത്തിന് നിനക്ക് ഞാൻ ബിരിയാണി മേടിച്ച് തരായിരുന്നു. TV ഇവിടെ വെക്കുന്നില്ല. ഇല്ല.
ആ ചേച്ചി അങ്ങനെ പലതും പറയും. ചേച്ചിക്ക് കാണാൻ വേണ്ടി ചേച്ചി പറയും. ചേച്ചിക്ക് എക്സാം വരുന്നത് പഠിച്ചാൽ മതി. ഞാൻ TV ഒന്നും വെച്ചില്ല. നല്ല വെയിലായിരുന്നു. കഴിഞ്ഞ ദിവസം തീ പിടിച്ച പാങ്ങുണ്ടോ? പാറയുടെ ഒരു കറുപ്പ് കളറായി. ഒന്നുമില്ല അവിടെ, ഒരു പുല്ലൊന്നുമില്ല, തരി പോലുമില്ല. മേളുവശം വലിയ മരങ്ങൾ നിൽക്കുന്നിടത്ത് വലിയ കുഴപ്പമില്ല. ബാക്കി പുല്ലായിട്ടുണ്ടായിരുന്ന എല്ലാം കത്തിപ്പോയി. ആ കളർ കാണണം, കറുപ്പ് കളറിലാണ് മല നിൽക്കുന്നത് ഇപ്പം. പാലും എൻ്റെ ഫോണും പാലും ഉണ്ട്. ആ ഒരു കൂടെടുക്കുക. അതിനകത്ത് കൂടെടുത്ത് അതിനകത്ത് ഫോണുണ്ട്. പാല് ഇടുമ്പം അതിൻ്റെ സോപ്പിൻ്റെ ഇതുണ്ടോ നോക്കണം. അതുകൊണ്ട് പാല് കവറോടെ അങ്ങനെ ഒഴിച്ചേക്കല്ലേ അതിനകത്തോട്ട്. ഇത് അവൾ എന്നാ പറഞ്ഞെന്നറിയോ? അവൾ റീൽസും കണ്ടുകൊണ്ടിരിക്കുവാണ്, പഠിക്കുമെന്നല്ലെന്ന്. ശരിയായിരിക്കും അല്ലേ? എൻ്റെ കൊച്ചു അങ്ങനെ കള്ളം പറയാറില്ലല്ലോ. നീയല്ലേ പറഞ്ഞ അവൾ റീൽസും കണ്ടുകൊണ്ടിരിക്കുക, അവൾ പഠിക്കുമല്ലെന്ന്? നീ ഇന്ന് രാവിലത്തെ കലിപ്പ് തീർക്കും അവളോടല്ലേ? ലാപ്ടോപ്പ് പഠിക്കുകയാണോ? ഇതന്നെ ഈ കാണിക്കുന്നേ? സമയം എത്രയായി? 9:03. മതി മതി മതി. വേണ്ട വേണ്ട വേണ്ട, നിർത്തിക്കോ. മതി പോയി കിടന്നേ. നാളെ സ്കൂളിൽ പോകണം. നാരായണി എണീറ്റേ, കൊച്ചു കിടക്കട്ടെ. പത്തര എന്നൊരു സമയമാവും. തവള എല്ലാം കൂടെ വെള്ളം വെക്കുന്നുണ്ടല്ലോ.